ഞങ്ങള് ഇവിടെ സ്റ്റുഡൻസ് ആയിട്ട് വന്ന പണ്ട് ഗതി പിടിച്ചില്ല സത്യം പറയാൻ വെച്ചു. പിന്നെ ഒരു അച്ചാർ കമ്പനിയുടെ മാർക്കറ്റിംഗ് മാനേജേഴ്സ് ആയിട്ട് ഇപ്പൊ ജോലി. അച്ചാമാസം അച്ചാർ ഈ കാര്യമൊന്നുമല്ല, മുതലാളി രൂളയാ. ചേച്ചി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യണം. അതിന് വേണ്ടി ഒരു കുടിക്കാൻ ഞാൻ ജ്യൂസ് എടുക്കട്ടെ? എന്നാ ഒരു കുപ്പി അച്ചാറായാലും പാട്ടുകാർക്ക് പാടില്ലാത്തൊരു സാധനമാണ് അച്ചാർ. പാട്ടുകാര് പിന്നെ എന്താ പാടുക? പാട്ട് എന്നാ പിന്നെ കുഴപ്പമില്ല. ചേച്ചി ഞങ്ങൾക്ക് വേണ്ടി ഒരു ഫോട്ടോ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഒരു ഇത് അതെ. ചേച്ചി ഒരു മിനിറ്റ്, ഒരു കോൾ. അവിടെ പറഞ്ഞിട്ട് ഇവിടേക്ക് ഹലോ ചക്ര ഇപ്പൊ വിളിക്കാം, ഇപ്പൊ വിളിക്കാം. ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്ത് വെച്ചേ. വേഗം ആവട്ടെ. അയ്യോ 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 അച്ചായ വിളിച്ചില്ല. ഒരു മിനിറ്റ് ചേച്ചി, ഒരാളെ വിളിക്കാനുണ്ട്. അച്ചായോ അച്ഛാ ചേച്ചി നമസ്കാരം. ചേച്ചി ഞാൻ അച്ചായൻ, അച്ചായൻ എല്ലാവരും വിളിക്കും. അച്ചമാസ് അച്ചാറിന്റെ FD ആണ്. അച്ചമ്മ എന്റെ ഭാര്യയാണ്. ഓ ചേച്ചി, ചേച്ചിയുടെ പാട്ട് കലക്കി. അമേസിംഗ് അമേസിംഗ് എന്ന് പറഞ്ഞാൽ ചേച്ചി ഇവര് എന്നെ കുറിച്ച് എന്തൊക്കെയോ പുകഴ്ത്തി പറഞ്ഞെന്ന് തോന്നുന്നല്ലേ ചേച്ചി? അതൊന്നും കാര്യമാക്കണ്ട. സത്യം പറയാലോ, ഈ അച്ചാമാസ് അച്ചാർ ഇല്ലാതെ അയർലൻഡിലുള്ള ഒരാൾക്ക്, അതിപ്പോ ബർഗർ ആയിക്കോട്ടെ പിസ ആയിക്കോട്ടെ, അച്ചാമാസ് അച്ചാർ ഒന്ന് തൊട്ടത് ഇങ്ങനെ അവർക്ക് കഴിക്കാൻ പറ്റില്ല. ഫോട്ടോ ഒരു ഫോട്ടോ എടുത്താൽ വേഗം നിക്ക്. അടുത്ത് നിൽക്കുക, അടുത്ത് നിൽക്കുക. അച്ചാമാസിക്ക് ഒന്ന് കണ്ടോട്ടെ. ഒരു റെഡിയല്ലേ? എല്ലാവരും ചിരിച്ച് റെഡി, 1 2 3. താങ്ക് യു ചേച്ചി, താങ്ക് യു കേട്ടോ. ഈ ചേച്ചി പോയിക്കോ. ചേച്ചി ഞങ്ങളെ ഇത് ഇൻസ്റ്റയിലിട്ട് ബുക്ക് ചെയ്തോളാം. ഒരു കൊളാബ് റിക്വസ്റ്റ് വരും, ഒന്ന് അക്സെപ്റ്റ് ചെയ്തേ. എന്നുവെച്ചാ അത് ഇൻസ്റ്റയിലത്തെ ഒരു പരിപാടിയാ. ഓക്കെ ചേച്ചി 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 ചുള്ളിവരൊരു കൊളാബറേഷൻ ഒപ്പിച്ചില്ലേ? തുളുവിനല്ലടാ, നല്ല കാശ് അവര് സൂപ്പർ പാട്ടുകാർ. പാട്ടുകാരൻ വന്നേക്കുന്നു. ഈ തമാശയും മേലെ പറഞ്ഞു പോരുത് സ്റ്റേജിൽ, കേട്ടല്ലോ? അയ്യോ അച്ഛാ, ഞാൻ തമാശ പറഞ്ഞാണ് ശരിക്കും. വേണ്ട വേണ്ട, തമാശ പറയണ്ട. ഈ തമാശക്കുള്ള കാര്യം കൂടി കുറച്ചുകൂടി നിന്റെ കോമ്പിനേഷൻ തരുള്ളൂ, മനസ്സിലായാ? അയ്യോ സോറി സോറി. സോറി. ഓക്കെ. യദു അല്ല വിധു. എന്താണെങ്കിലും നീ വാ. അതെ മോനെ, ഈ ലാലേട്ട് ആ. ആളെ അയ്യോ ലാലേട്ടൻ എങ്ങനെയാണെന്താ ഈ കണ്ട ആൾക്കാർക്കൊക്കെ അറിഞ്ഞൂടെ? അതല്ല ഇങ്ങനെ വാ. ആ. നമുക്ക് ലാലേട്ടന് എല്ലാ മനുഷ്യർക്കും ഒരു വീക്ക്നെസ് ഉണ്ടാവില്ലേ? അതെ, അച്ചായന് ലാലേട്ടന് വെച്ചിട്ട് ഒരുപാട് പ്ലാൻസ്. അത് ചിലപ്പോ ലാലേട്ടന് ഗുണം ചെയ്താലോ, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് അറിയേണ്ടത് എന്താണ് ലാലേട്ടന് ഒരു വീക്ക്നെസ്. ഞാൻ പറയാം, പക്ഷെ നിങ്ങൾ ആർക്കും പറയരുത്. ഞങ്ങൾ ആരോടും പറഞ്ഞില്ല. ലാലേട്ടന് നല്ല 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 ആഹാരപ്രിയം. അതൊന്നുമല്ല, വേറെ നല്ല വീക്ക്നെസ് ഒന്നുമില്ലേ? നല്ല വീക്ക്നെസ് നല്ലത്. ഓ അങ്ങനെ, അതാണ് നിങ്ങൾ ഉദ്ദേശിച്ചത്. നേരെ ചോദിക്കണ്ടേ? ലാലേട്ടന് ലാലേട്ടനെ നല്ല 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 യാത്ര ചെയ്യാൻ അച്ചായൻ ഞാനിവിടെ പിടിച്ച് മോനെ, അതല്ല ഈ വീക്ക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഒരുപാട് ഇഷ്ടമുള്ള അത് എന്തെങ്കിലും മനസ്സിലായി weakness. മനസ്സിലായി ഉണ്ട് ഇതൊക്കെ തന്നെ. എന്ത് അതായത് അദ്ദേഹത്തിന് പാട്ടും ഡാൻസും എന്ന് പറഞ്ഞ വീക്ക്നെസ്. സ്റ്റേജ് ഷോ. എന്റെ പൊന്നി ജിമ്മി, ഇവന് ലാലേട്ടനെ കുറിച്ച് ഒരു കോപ്പ് പറഞ്ഞില്ല. ഇവന് പാട്ട് പാടുന്ന പൈസ പോലും ഇവന് കൊടുക്കരുത് കേട്ടോ. അങ്ങനെ പറയല്ലേ, എനിക്കറിയാവുന്നൊക്കെ ഞാൻ പറഞ്ഞു. പുകഴ്ത്തി പറയുന്ന കാര്യം എന്ന് പറ. അതൊക്കെ പോട്ടെ. അച്ഛനെ പറ്റിട്ട് ലാലേട്ടൻ്റെ അടുത്ത് ഒരു ഇന്റർവ്യൂ കൊടുക്കണം. പൊക്കി അടിച്ച് കയറ്റി വിടണം. അച്ഛനെ പറ്റി അടിച്ചു പൊക്കണം. ഞാൻ ഏറ്റ്. ഋതു ഇങ്ങനെ വന്ന് ഋതു അല്ല വിധുന്ന്. എന്തെങ്കിലും വന്നേ. അതെ മോന് ഉണ്ട് ചെറുത്. എന്നെ കാണാനേ ഒരു ഫ്രണ്ട് ഇവിടെ വരും. അപ്പൊ നമുക്ക് സ്വസ്ഥമായിട്ടൊന്ന് സംസാരിക്കാൻ, ഒറ്റയ്ക്ക് സംസാരിക്കാൻ ഒരു സ്ഥലം കിട്ടിയ ഗേൾഫ്രണ്ട്. ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഇതിന്റെ പുറകിൽ തന്നെ അച്ഛൻ ഒരു പബ്ബുണ്ട്. അവിടെ ഇവർക്ക് സുഖമായിട്ട് സംസാരിക്കാം. എല്ലാം കിട്ടും. പ്രൈവസി അല്ലേ വേണ്ടത്? അതെ, അവിടെ ആണെങ്കിൽ ഒരാൾ വരില്ല, നല്ല മതി പോരെ? മതി. ബിന്ദുക്ക് വരൂ. ബിന്ദു അല്ല വിധു എന്ന്. അടുത്ത പരിപാടി നടക്കട്ടെ.